PV അൻവർ വഞ്ചിച്ചതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് കാരണമെന്ന് മുഖ്യമന്ത്രി. ചതിയിൽ LDF-ന് ആശങ്കയില്ലെന്നും ആത്മവിശ്വാസത്തോടെയാണ് മുന്നണി മുന്നോട്ടു പോകുന്നതെന്നും LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വരാജിന് മണ്ഡലത്തിൽ ക്ലീൻ ഇമേജ് ആണുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേൾക്കാം. M സ്വരാജ് LDF-ന്റെ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് അതിനുണ്ടായത്. നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. പ്രവർത്തകരെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു LDF-ന്റെ കൺവെൻഷൻ. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. നമുക്കിപ്പം സാനിയ മനോമിയുണ്ട്. സാനിയ മനോമി, വലിയ രീതിയിലുള്ള ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു പ്രചരണത്തിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പതിവ് രീതികൾ വിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗമല്ലേ? അരുൺ, സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇല്ലാതിരുന്ന ഒരു ആവേശമാണ് ഇപ്രാവശ്യത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എത്തിയ പരിപാടിയിൽ തന്നെ അത് നമുക്ക് ദൃശ്യമാവുന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി എത്തിയ പരിപാടിയിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾ പരിപാടിയുടെ അവസാനം വരെയും പോകാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് പരിപാടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ സ്വരാജ് കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിലമ്പൂർ എത്തിയതും നമ്മൾ കണ്ടതാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം ചിഹ്നത്തിൽ, അതായത് CPIM-ന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നുള്ളത് നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നിലമ്പൂരിലെ പാർട്ടിക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. നേരത്തെ അൻവറൊക്കെ മത്സരിക്കുന്ന സമയത്ത് അതിനോടൊക്കെ ഒരു പ്രയാസമുള്ള ആളുകൾ പലപ്പോഴായി സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരക്കാർ പോലും ഇന്നിപ്പോൾ കൺവെൻഷന് വന്നു എന്നാണ് ഇടതുമുന്നണിയും അതുപോലെ CPM-ഉം അവകാശവാദം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പരിപാടി വലിയ ആവേശമാക്കുന്നതിൽ മുഖ്യമന്ത്രിയും ചെറുതല്ലാത്ത പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മുഖ്യമന്ത്രി ഒരിടത്തു പോലും PV അൻവർ എന്ന പേര് പരാമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യത കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നാണ് പറയുന്നത്. ഇന്നലത്തെ സ്വരാജിന്റെ പര്യടനത്തിൽ അതെല്ലാവരും കണ്ടതാണ് എന്നും വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കൂ എന്ന ആഹ്വാനത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. നിലമ്പൂരിൽ BJP